മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൈമാറുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാസം അഥവാ ഇക്കഴിഞ്ഞ മാസത്തിൽ ഏറ്റവും വളരെ ബെറ്ററായിട്ട് നമ്മൾ കരുതിയിരിക്കുന്ന പല സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകാർ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ പ്രമുഖമായിട്ടുള്ളത് റെയിൽവേ ഫണ്ടുകൾ, റെയിൽവേ സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ടുകാർ ഒഴിവാക്കിയതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബജറ്റിന് മുമ്പ് മ്യൂച്വൽ ഫണ്ടുകാർ ഒഴിവാക്കിയ വളരെ പ്രധാനപ്പെട്ട ഓഹരികൾ, റെയിൽവേ ഓഹരികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിതിലൂടെ നോക്കാം. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കുതിപ്പിൻ്റെ പാതയിലായിരുന്നു റെയിൽവേ ഓഹരികളും. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളെക്കാൾ കൂടുതൽ നല്ല രീതിക്കൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷം. ഇന്ത്യയിലെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേറെ ഒന്നുണ്ട്. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏറ്റവും നിർണായകമായ ഘടകങ്ങൾ വർധനവ് അല്ലെങ്കിൽ വികസിതമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരണഘടന നയങ്ങൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ടതൊക്കെ വളരെയേറെ മുൻപന്തിയിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ബജറ്റിന് മുമ്പായിട്ട് ചില ഓഹരികൾ, റെയിൽവേയുടെ തന്നെ ചില ഓഹരികളൊക്കെ മ്യൂച്വൽ ഫണ്ടുകാർ കൈയൊഴിയുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തോ ദുസ്സൂചന ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് RVNL. അടുത്തിടെ മോത്തിലാൽ ഒസ്വാൽ ഈ ഒരു ഓഹരി വിറ്റൊഴിവാക്കി എന്നത് നമുക്കറിയാം പറ്റി. അത് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാകട്ടെ വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസാണ് ഈ ഒരു റിസർച്ച് പുറത്തിറക്കിയിട്ടുള്ളതും ഈ ഒരു ഫണ്ട് മോത്തിലാൽ ഒസ്വാൽ മ്യൂച്വൽ ഫണ്ട് ഒഴിവാക്കിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതർത്ഥത്തിൽ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളെ വളരെ ചുരുങ്ങിയ എണ്ണം സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഹ്യൂജ് ഫണ്ട് ഉപയോഗിച്ച് അതുപോലെ തന്നെ വലിയ രൂപത്തിൽ ക്വാണ്ടിറ്റി സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഒരു ഇടിവിന് സാധ്യത ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. ജൂൺ മാസത്തിനിടെ 270 കോടി രൂപ മൂല്യം വരുന്ന 64.81 ലക്ഷം ഓഹരികളായിരുന്നു മോത്തിലാൽ ഒസ്വാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. മോത്തിലാൽ ഒസ്വാൽ മ്യൂച്വൽ ഫണ്ട് ജൂൺ മാസത്തിനിടെ ഒഴിവാക്കിയ പ്രധാനപ്പെട്ട ഒരു റെയിൽ ഓഹരിയും മറ്റ് ഓഹരികളിൽപ്പെട്ട് ഏറ്റവും മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഓഹരിയും കൂടിയാണ്. ടോട്ടൽ എടുത്തു നോക്കുമ്പോൾ RVNL എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസായിട്ട് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റിയത് RVNL ചില മോത്തിലാൽ ഒസ്വാൽ പോലത്തെ ബ്രോക്കറേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം തരാനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വലിയ ബേജാറാകാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ ബജറ്റിന് മുമ്പ് ഇവരിത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ രണ്ട് കാരണമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ആവശ്യമായിട്ടുള്ള ഒരു വർധനവ്, അവർക്ക് പ്രോഫിറ്റ് നല്ല രീതിക്ക് ബുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിലൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ അതേ ഒരു വർഷം 420% മൾട്ടിബാഗർ നേട്ടമാണ് RVNL എന്ന് പറയുന്ന നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓഹരി. അതുകൊണ്ട് തന്നെ 420% ഒരു മൾട്ടിബാഗർ പ്രോഫിറ്റ് കൊടുത്തിട്ടുള്ള ഒരു കമ്പനി ഇനി വെച്ചേക്കണോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു തോന്നലുണ്ടാകും. ആ തോന്നലിൻ്റെ പുറകെ ആയിരിക്കാം ഒരു പക്ഷേ RVNL മോത്തിലാൽ ഒസ്വാൽ ഒഴിവാക്കിയിട്ടുണ്ടാകുക, മ്യൂച്വൽ ഫണ്ടുകാർ ഒഴിവാക്കിയിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല. എങ്കിലും താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയപ്പെടുന്നു. നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. വളരെയേറെ ശുഭപ്രതീക്ഷയോടുകൂടി കയ്യിൽ വെക്കുന്ന ആളുകൾ ഈ ഇത്തരം ന്യൂസുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യൽ നന്നായിരിക്കും. ഫോളോ അപ്പ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.